ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അതിൽ ഓൾ തന്നെ ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ക്രിസ്പി കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഈ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ചെറിയ ചെറിയ പീസാക്കി ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ നിന്നും ചെറിയ സൈസായിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കും പോലെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിതെല്ലാം വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ കോളിഫ്ലവർ എല്ലാം നല്ലതുപോലെ വെന്തിട്ടും കിട്ടും, അതിലുള്ള ഇൻസെക്ട്സ് ഒക്കെ പോയി കിട്ടും. ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തേക്കണം. എങ്കിൽ മാത്രമേ ഇപ്പം തന്നെ അതിലേക്ക് ഉപ്പെല്ലാം നന്നായിട്ട് പിടിച്ചിട്ട് വരുള്ളൂ. പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്യാൻ സമയത്ത് ഉപ്പ് ചേർത്താലും കറക്റ്റായിട്ട് അത് പിടിക്കത്തില്ല. അപ്പോൾ ഉപ്പെല്ലാം ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ തിളക്കട്ടെ. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവർ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിൽ കംപ്ലീറ്റ് വെള്ളവും മാറ്റിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കോളിഫ്ലവറിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചത്, ചെറിയ ജീരകമല്ല പെരിഞ്ജീരകം പൊടിച്ചതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർക്കുകയാണ്. മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയാണ്. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് കൂടി. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മസാലകളെല്ലാം ഒന്ന് മിക്സ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് കൂടിയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ സോയാ സോസ് കൂടിയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. സോയാ സോസും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടിയാണ്. അപ്പോൾ അതും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് അളവിൽ കോൺഫ്ലോർ ആണ്. അപ്പോൾ 1 കപ്പ് അളവിൽ കോൺഫ്ലോർ ചേർക്കുകയാണ്. ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് അളവിൽ കോൺഫ്ലോറും 1/2 കപ്പ് അളവിൽ അരിപ്പൊടിയും ചേർക്കാം. അതല്ല 1 കപ്പ് അളവിൽ കോൺഫ്ലോർ ചേർത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒരുപാട് കട്ടിയാവണമെന്ന് ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള കട്ടിയായിട്ട് വന്നാൽ മതിയാവും. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ കോളിഫ്ലവർ എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് ഈ കോളിഫ്ലവറിൽ നമ്മുടെ ഈ ബാറ്റർ എല്ലാം നല്ലതുപോലെ ഒന്ന് പുരണ്ടിട്ട് കിട്ടണം. ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ഈ ബാറ്ററിലേക്ക് കോളിഫ്ലവർ എല്ലാം മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ പൊടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതല്ല ഒരു 30 മിനിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓയിലിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വച്ചിരിക്കണം. ഫസ്റ്റ് നമ്മൾ ഈ കോളിഫ്ലവറൊക്കെ ഇടുന്ന ടൈമിൽ നന്നായിട്ട് എണ്ണ ചൂടായിട്ടിരിക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ഫ്രൈ ചെയ്യാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്രയും ക്രിസ്പിയായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ആണ്. നമ്മളിപ്പോൾ പുറത്ത് തട്ടുകടയിലൊക്കെ പോകുമ്പോൾ കിട്ടാറുണ്ട്. അതല്ലാതെ നമ്മൾ ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോഴും അവിടെയൊക്കെ ഉള്ളതാണ് ഇതൊക്കെ. അപ്പോൾ അതേ ടേസ്റ്റിൽ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് വേണമെങ്കിൽ പറയാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ആണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഫൈനലി കുറച്ച് കറിവേപ്പില കൂടി. അപ്പോൾ കറിവേപ്പില കൂടി ലാസ്റ്റ് ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ആ കറിവേപ്പിലയുടെ ഒരു പ്രത്യേക മണവും കൂടി അതിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില ചേർത്തിട്ട് പിന്നെ ഒരുപാട് സമയം ഫ്രൈ ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല.
പെട്ടെന്ന് തന്നെ നമുക്കിത് വരയെടുക്കാവുന്നതേ ഉള്ളൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവുന്ന, നിങ്ങൾ തേടി നടക്കുന്ന നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ആയിരിക്കും ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.